ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കെങ്ങനെ ഈസിയായി ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മലയാള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാമെന്ന്. ഫോർ എക്സാമ്പിൾ, അവൾ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കുക? ഇവിടെ നമ്മൾ ഓൺ ദ സ്പോട്ടിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഹാസ് എന്നാണ്. സബ്ജക്റ്റ് അവളായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഹാസ് ഷീ ഗോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാസ് ഹാവ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ വെർബ് V3 ഫോമിലായിരിക്കണം എന്ന്, അല്ലേ? അപ്പോൾ ഇവിടെ ഗോൻ്റെ V3 എന്ന് പറയുന്നത് ഗോൺ എന്നാണ്. അപ്പോൾ ഹാസ് ഷീ ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയിട്ടുണ്ടോ എന്നാണ്. പിന്നെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് അറിയില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. നീ ഉറങ്ങിയിട്ടുണ്ടോ? ഇവിടെ സബ്ജക്റ്റ് നീ ആയതുകൊണ്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഓൺ ദ സ്പോട്ടിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഹാവ് യു സ്ലെപ്റ്റ്? നീ ഉറങ്ങിയിട്ടുണ്ടോ? സ്ലീപ്പിൻ്റെ V3 ആണ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അവൾ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് പാസ്റ്റിലാണ്. അതായത് അവൾ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വേറെ ആളോട് നമ്മൾ ചോദിക്കുന്നത് അവൾ നിന്നെ ക്ഷണിച്ചിട്ടുണ്ടോ എന്നാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡിഡ് എന്നാണ്. ഡിഡ് ഷീ ഇൻവൈറ്റ് യു? അപ്പോൾ നമ്മൾ പാസ്റ്റിലൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, അതായത് അല്പം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം കേട്ടോ. അതെല്ലാം നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഹാവോ ഹാസോ യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. നീ അവിടെ കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് ചോദിക്കുകയല്ലേ. അപ്പം നമ്മളിങ്ങനെ ചോദിക്കും. നീ സബ്ജക്റ്റാണ്. ഹാവ് യു സീൻ ദർ? നീ അവിടെ കണ്ടിട്ടുണ്ടോ? ഇനി ചോദിക്കുന്നത് നീ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. എങ്ങനെ ചോദിക്കും? ഡിഡ് യു കം ഹിയർ യെസ്റ്റർഡേ? നീ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇന്നലത്തെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ഡിഡ് എന്ന് യൂസ് ചെയ്യണം. ഡിഡ് യു കം ഹിയർ യെസ്റ്റർഡേ? നീ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടോ? നെക്സ്റ്റ്, അവൻ എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഇവിടെ സബ്ജക്റ്റ് അവൻ എന്നായതുകൊണ്ട് നമ്മൾ ഹാസ് ഹീ ലേൺഡ് എവറിത്തിങ്? അവൻ എല്ലാം പഠിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ് ചോദിക്കുന്നത്, നീ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടോ? നീ അല്ലേ സബ്ജക്റ്റ്. ഹാവ് യു റീഡ് ഇംഗ്ലീഷ്? റെഡിൻ്റെ V3 ആണ് റെഡ് എന്ന് പറയുന്നത്. അപ്പം ഹാവ് യു റെഡ് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടോ? ഇനി പറയുന്നത് അവൾക്ക് സ്കൂൾ തുറന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് സ്കൂൾ തുറന്നിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് മാറി. സ്കൂൾ തുറന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഈസ് എന്നാണ്, അല്ലേ? ഈസ് ദ സ്കൂൾ ഓപ്പൺ ഫോർ ഹർ? അവൾക്ക് സ്കൂൾ തുറന്നിട്ടുണ്ടോ? ഇവിടെ സ്കൂൾ എന്നായതുകൊണ്ട് നമ്മളവിടെ ഈസ് എന്ന് യൂസ് ചെയ്തു. നെക്സ്റ്റ്, നീ അവിടെ കണ്ടിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഇവിടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഹാവ് യു സീൻ ദർ? നീ അവിടെ കണ്ടിട്ടുണ്ടോ? നെക്സ്റ്റ്, ഈ സ്ഥലം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ഡു യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. എങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ദിസ് പ്ലേസ്? ഈ സ്ഥലം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നെക്സ്റ്റ്, അവൾ ഇവിടെ വന്നിട്ടുണ്ടോ? എന്നെങ്ങനെ ചോദിക്കും? ഹാസ് ഷീ കം ഹിയർ? അവൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനി ചോദിക്കുന്നത്, നീ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹാവ് യു സീൻ ദാറ്റ് വീഡിയോ? നീ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? നെക്സ്റ്റ്, നീ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? സിമ്പിളായിട്ട് നമുക്ക് പറയാം, അല്ലേ? നീ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഹാവ് യു റെഡ് ദാറ്റ് ബുക്ക്? നീ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഹാവും ഡിഡും യൂസ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഹാവ് ഹാസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർബ് V3 ഫോമിലായിരിക്കണം. ഓൺ ദ സ്പോട്ടിലുള്ള ക്വസ്റ്റ്യൻസിന് ഹാവ് ഹാസ് യൂസ് ചെയ്യാം. സബ്ജക്റ്റിനനുസരിച്ച് മാറ്റി കൊടുക്കുക.
ഡിഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റിലുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ചോദിക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. ഡിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർബ് V1 ഫോമിലായിരിക്കണം, അതായത് ബേസ് ഫോം ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കുട്ടിക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗ്രാമർ എല്ലാവരും പഠിക്കുക കേട്ടോ.